Hello friends, Bangalore Thattukada പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുഡിംഗ് ആണ്. പാലും പഞ്ചസാരയും ബ്രെഡും മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു പുഡിംഗ്. അതിൽ കസ്റ്റാർഡ് പൗഡർ കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിംഗ് എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു 4 മാത്രമേ ഉള്ളൂ. പാല്, ബ്രെഡ്, 4 പീസ് ബ്രെഡ്, ഒരു 500 മില്ലി പാല്, പിന്നെ കസ്റ്റാർഡ് പൗഡർ 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് വേറെ തന്നെയായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. അപ്പം പുഡിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഒരു പാനിൽ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, പഞ്ചസാര മാത്രം ഒരു പാനിലിട്ടിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കലാണ്. അപ്പോൾ ഈ ഉരുക്കി വന്ന ഈ പഞ്ചസാര ഇനി നമ്മുടെ പുഡിങ് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഈ ഉരുക്കിയ പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ച് എല്ലാ വശവും കൃത്യമായിട്ട് എല്ലാ വശവും പഞ്ചസാര എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കണം, പഞ്ചസാരക്ക് നല്ല ചൂടുണ്ടാവും. ഉരുകിയ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. അപ്പം അലൂമിനിയം പാത്രത്തിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ചൂട് അലൂമിനിയം പാത്രത്തിന് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്കാൻ, ആ പഞ്ചസാര ലൈനി എല്ലാ സ്ഥലത്തും ആക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് നമ്മുടെ പാല്. ഞാനിവിടെ 500 മില്ലി ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യണം. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം ഈ പാല് തിളച്ച് ചൂടായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. കട്ടിയല്ല, ബ്രെഡ് പൊടിച്ചെടുക്കാനുണ്ട്, പൗഡർ രൂപത്തിലേക്ക് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പം നമുക്ക് ഈ പാലിനെ ഇവിടെ വിടാം, എന്നിട്ട് നമുക്ക് ബ്രെഡൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ബ്രെഡ് തന്നെ 6 പീസ് ബ്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ 4 വശവും, ആ ബ്രൗൺ കളറിലുള്ള 4 വശവും നമുക്ക് ഇത് മുറിച്ച് കളയണം. കാരണം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വൈറ്റ് കളർ വേണം. അതിന് വേണ്ടിയിട്ട് ഈ 4 ബ്രൗൺ കളർ ഇതും ഞാൻ മുറിച്ച് കളയലാണ്. നമുക്ക് ആ വൈറ്റ് പീസ് മാത്രം മതി. ഇതിനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. കാരണം മിക്സിയിലിട്ട് പൊടിക്കുന്ന ടൈമിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി, എല്ലാ വശവും കൃത്യമായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ 6 പീസ് ബ്രെഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരുമിച്ച് തന്നെ നമുക്ക് കസ്റ്റാർഡ് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. നിങ്ങൾക്ക് കടയിലെല്ലാം വാങ്ങാൻ കിട്ടും കസ്റ്റാർഡ് പൗഡർ. ഒരു കപ്പിലേക്ക് ഒരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര, ഞാൻ ഓൾറെഡി പറഞ്ഞു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കലാണ്. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മുടെ കസ്റ്റാർഡ്, നമ്മൾ ഓൾറെഡി വെള്ളത്തിലാക്കി വെച്ച കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. കസ്റ്റാർഡ് നിങ്ങൾ കസ്റ്റാർഡ് അറിയാത്തവരാണെങ്കിൽ അധിക കടയിൽ ഇപ്പം കസ്റ്റാർഡ് പൗഡർ കിട്ടാനുണ്ട്. ഇപ്പം എല്ലാ കടയിലും അധിക കടയിലും ചോദിച്ചാൽ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ കിട്ടും. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ കടയിൽ ചോദിച്ചാൽ മതി കസ്റ്റാർഡ് പൗഡറിന്. ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുക. അതിന് റേറ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആകെ ഇതിന് വേണ്ടത് ഈ പാലും പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും മാത്രമേ ആവശ്യമുള്ളൂ, കൂടുതലൊന്നും വേണ്ട.
അപ്പോൾ നമ്മുടെ പാലിപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിക്കാം. ഈ കസ്റ്റാർഡ് ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ പാല് നന്നായിട്ട് കുറുകി വരാൻ സാധ്യത. നമുക്ക് ആ കുറുകി വരുവാണ്ട് നമ്മൾ ഈ മിൽക്ക് മേഡൽ ഉണ്ടാക്കിയ സമയത്ത് പാല് കുറുക്കിയെടുത്തില്ല, അത്ര കുറുക്കിയെടുക്കണ്ട, എങ്കിലും ആ ഒരു ടൈപ്പ് പാലൊന്ന് കുറുകി വരണം. ആ കുറുകി വരുന്ന ടൈമിലാണ് നമ്മുടെ ബ്രെഡ് പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചത് ഈ ഒരു ലെവലിലാണ് പാല് കുറുക്കിയെടുക്കേണ്ടത്. അത് കൂടുതലായി പോരുത്, കാരണം നമുക്ക് ബ്രെഡിന്റെ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കൂടുതൽ കുറുകി കഴിഞ്ഞാൽ ബ്രെഡ് പൊടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യൽ നടക്കില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് 2 സ്പൂൺ ബ്രെഡ് മാത്രം ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം മറ്റുള്ള ബാക്കിയുള്ള ബ്രെഡും ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. എല്ലാ ബ്രെഡ് പൗഡറും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ ബ്രെഡ് പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്തു. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യലാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നന്നായിട്ട് മിക്സ് ആക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ പുഡിങ്ങിന് അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ മിക്സ് ആകുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച പാത്രം, പുഡിങ്ങിന് റെഡിയാക്കി വെച്ച പാത്രം, അതായത് പഞ്ചസാര ലൈൻ ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ ഈ പാലും ബ്രെഡും ഒക്കെ മിക്സ് ചെയ്ത ഈ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഒഴിക്കലാണ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെത് ഈ പാലിൻ്റെ മിശ്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെച്ച് ഇനി ഇതിനെ നല്ലൊരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കണം. അപ്പം പുഡിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു പാത്രത്തിൽ, ഞാനിപ്പോൾ ഒരു സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പുഡിങ്ങിൻ്റെ പാത്രം വെക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് നിങ്ങൾ അതിലേക്ക് വെക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ആ പുഡിങ്ങിൻ്റെ പാത്രം, നമ്മൾ റെഡിയാക്കി വെച്ച പുഡിങ്ങിൻ്റെ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. നിങ്ങൾ ഓൾറെഡി ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. എൻ്റെ ഇതിപ്പോൾ ചൂടുവെള്ളമില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം ഒഴിച്ച് അത് ചൂടാക്കിയെടുത്ത് തിളപ്പിക്കാൻ നോക്കുന്നത്. ഈ തിളച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഈ പുഡിങ്ങിൻ്റെ പാത്രം ഞാൻ ഇതിലേക്ക് വെക്കലാണ്. ഇനി ഇതിന് നമുക്കൊരു അടപ്പ് യൂസ് ചെയ്തിട്ട് ഈ പാത്രത്തിനൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ 20 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രം നമ്മൾ പുഡിങ് റെഡി ആയിട്ട് വരും. അപ്പോൾ അതിനുള്ളിൽ വെള്ളം വറ്റിപ്പോകുന്നുണ്ടോ നോക്കണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് മാറി നിൽക്കാൻ പാടില്ല. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, പക്ഷേ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു 20 മിനിറ്റോളമായി ഞാനിത് വെച്ചിട്ട്. ഇനി ഈ പാത്രത്തിൽ നിന്നും ഇത് മാറ്റി പുഡിങ് തണിഞ്ഞതിന് ശേഷം ഈ പുഡിങ് നമ്മളൊന്ന് ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും, മിനിമം 2 മണിക്കൂറെങ്കിലും ഈ ഫ്രീസറിൽ വെച്ചിട്ട് ഈ പുഡിങ് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മളെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് ഞാനിപ്പം 2 മണിക്കൂറിൽ കൂടുതൽ വെച്ചു ഫ്രിഡ്ജിൻ്റെ അകത്ത്. പാത്രത്തിൽ നിന്ന് എടുത്തതിന് ശേഷം തണിഞ്ഞതിന് ശേഷം ഞാനിത് 2 മണിക്കൂറിൽ കൂടുതൽ വെച്ചു. ഇപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, എന്താ പറയുക, ശരിക്കൊരു ജെല്ലി ടൈപ്പാണ് ഇപ്പോൾ നമ്മുടെ പുഡിങ് വന്നിട്ടുള്ള. അത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മളെ ശരിക്കും ഒരു പുഡിങ് നല്ല
കൃത്യമായിട്ട് വന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. കാരണം ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി. അത്രയും ടേസ്റ്റ്. കാരണം വേറെ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ആകെ പാലും ബ്രെഡും മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മുറിക്കുമ്പോൾ തന്നെ ഇല്ല അതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് മുറിച്ചതിന് ശേഷം കയ്യിലെടുക്കുമ്പോൾ തന്നെ എന്താ പറയുക, ശരിക്കും ഒരു ജെല്ലി മുട്ടായി നമ്മളെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഉള്ള അവസ്ഥയാണിത്. അത്രയും സോഫ്റ്റാണ്. അത്രയും നല്ലൊരു വായിലിട്ടാൽ അലിഞ്ഞു പോകുക എന്ന് പറയില്ല, ആ ഒരു ടൈപ്പാണിത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ എന്താ പറയുക, ഒരു വൈബ്രേറ്റ് ആകുന്നൊരു ഫീല്. ആ ജെല്ലി പോലെ ആകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. അതിങ്ങനെ ഇളകി കളിക്കും സാധനം ഈ പുഡിങ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു വിഭവമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.